ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ MSC ഐറിന വിഴിഞ്ഞം പോർട്ടിലെത്തിക്കഴിഞ്ഞു. ഒരാഴ്ച കൊണ്ട് 3-ാം തീയതി മുതൽ അത് വിഴിഞ്ഞം പോർട്ടിന് വെളിയിൽ കിടക്കുകയായിരുന്നു. പോർട്ടിനകത്ത് ബെർത്ത് കിട്ടാത്തതിനാൽ ഒരാഴ്ച വെളിയിൽ കിടന്നു. അതിനുശേഷം കപ്പല് വിഴിഞ്ഞം പോർട്ടിൽ ബെർത്ത് കിട്ടിയിരിക്കുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിൽ ഒന്ന് തന്നെയാണ്. വിഴിഞ്ഞത്ത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കപ്പൽ അടുക്കുന്നത്. അത് തന്നെയല്ല, ഇത് സിംഗപ്പൂരിൽ നിന്നും ചൈനയിലും പോയിട്ട് ആ വഴി വിഴിഞ്ഞത്ത് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഏകദേശം 16,000 കണ്ടെയ്നറുകൾ ഈ കപ്പലിലുണ്ട്. അതിൽ 3,000 എണ്ണം ഇവിടെ ഇറക്കിയിട്ട് അത് മടങ്ങും. 29,400 കണ്ടെയ്നർ വെക്കാൻ സൗകര്യമുള്ള കപ്പലാണ്. ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകൾ ഒന്ന് തന്നെ, സംശയമില്ല. ഇതിന് 400 മീറ്റർ നീളമുണ്ട്. 22 നില കെട്ടിടത്തിന്റെ പൊക്കം മൊത്തം ഈ കപ്പലിനുണ്ട്. കപ്പലില് 35 ജീവനക്കാരുണ്ട്. തൃശ്ശൂര് പുറനാട്ടുകര സ്വദേശി വില്ലി ആന്റണിയാണ് കപ്പലിന്റെ ക്യാപ്റ്റൻ. കപ്പിത്താൻ അദ്ദേഹമാണ്. അദ്ദേഹത്തിനോട് മറ്റൊരു മലയാളിയുടെ ഉണ്ട്. അദ്ദേഹം അഭിനന്ദും കൂടെയുണ്ട്. 35 ജീവനക്കാരിൽ 2 പേരും മലയാളികളാണ്. കപ്പൽ നയിക്കുന്നത് വില്ലി ആന്റണി എന്ന കപ്പിത്താൻ തന്നെ. 2021 നിർമ്മിച്ച ഈ വലിയ കപ്പല് 35 ജീവനക്കാരുമായിട്ട് വിഴിഞ്ഞത്ത് അടുത്ത് കഴിഞ്ഞു. ഇവിടെ 4,000 കണ്ടെയ്നർ വിഴിഞ്ഞത്ത് ഇറക്കിയിട്ട് മടങ്ങിപ്പോവുകയും ചെയ്യും. 24,300 TU കണ്ടെയ്നർ വരെ ഇതിനകത്ത് ഉൾക്കൊള്ളാൻ കപ്പാസിറ്റി ഉണ്ട്. 29,400 വരെ ഇതിനകത്ത് കയറ്റാൻ സൗകര്യമുണ്ടെന്നും പറയുന്നുണ്ട്. ഇത് കേരളത്തിലെ വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഒരിടത്തും ഇതുപോലെയുള്ള വലിയ കപ്പലടക്കാനുള്ള സൗകര്യങ്ങളില്ല. കൊളംബോ കഴിഞ്ഞാൽ പിന്നെ വിഴിഞ്ഞത്തിന് പ്രാധാന്യം വന്നിരിക്കുന്നു. പതുക്കെ പതുക്കെ കൊളംബോയുടെ പ്രാധാന്യവും കുറയാനുള്ള സാധ്യതയും കൂടുതലായിട്ടാണ് കാണുന്നത്. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പം കൊച്ചിയിലെ ഏകദേശം 16-18 ആലപ്പുഴയിൽ നിന്ന് 16-18 നോട്ടിക്കൽ മൈൽ അകലെ ഒരു കപ്പൽ മുങ്ങി. MSC എൽസ 3 എന്ന കപ്പലാണ് മുങ്ങിയത്. ആ കപ്പലിന്റെ അകത്തുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ 69 എണ്ണം കടലിൽ പോയി. പിന്നെ അത് മുങ്ങിത്താന്നു. അതിൽ പല രാസപദാർത്ഥങ്ങളുള്ള കണ്ടെയ്നറുകളുമുണ്ട്. അതുപോലെ കശുവണ്ടി, തേങ്ങ, ഇങ്ങനെയുള്ള തേയില, അതിലുള്ള കണ്ടെയ്നറുണ്ട്. അതുകൂടാതെ സൾഫൈഡിന്റെ അംശമുള്ള ഏകദേശം 13ഓളം കണ്ടെയ്നറുകളുണ്ടായിരുന്നു. കുറേയൊക്കെ കപ്പലിൽ നിന്ന് വെളിയിൽ വന്ന് കുറേയൊക്കെ ഒഴുകി കടലിൽ. അതുകൂടാതെ കപ്പല് കടലിൽ താഴുകയും ചെയ്തു. കപ്പൽ പൊക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കപ്പലിനകത്ത് ഉള്ള ആ ഓയിലും അത് കപ്പൽ ഓടിക്കാനുള്ള മറ്റ് ഓയിലുകളും അത് ഇതുവരെ അതിന് യാതൊരുവിധ കേടുപാടുകളോ അല്ലെങ്കിൽ പൊട്ടലോ ഒന്നും ഉണ്ടായിട്ടില്ല. അതേപടി അവിടെ കപ്പലിനടിയിൽ തന്നെ കിടക്കുകയാണ്. അത് ടാപ്പ് ചെയ്ത് വെളിയിൽ കൊണ്ടുവരാനുള്ള സംവിധാനത്തിലേക്ക് MSC എൽസയുടെ ആൾക്കാർ പോയിട്ടുണ്ട്. അതിനകത്ത് ഏകദേശം 500-600 ടണ്ണ് ഓയിലുണ്ടെന്നാണ് പറയുന്നത്. അതിനുള്ള സംവിധാനമുണ്ട്. മെറിയ മിഷനറി വെച്ചിട്ട് അത് ടാപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് ആ മറ്റു കപ്പലിലേക്ക് ഈ ഓയില് പമ്പ് ചെയ്ത് അത് അവിടുന്ന് സേഫായിട്ട് കൊണ്ടുപോകും എന്നാണ് വരുന്ന വാർത്തകൾ. അതെന്തായാലും പക്ഷെ പരിതസ്ഥിതിക്ക് ചില ആഘാതങ്ങൾ ഉണ്ടാക്കി. ഈ കപ്പൽ മണ്ണിൽ താന്നപ്പം തീർച്ചയായിട്ടും ചുറ്റുവട്ടത്തെ ഏകദേശം 500 കിലോമീറ്റർ ചുറ്റളവിലെ അതിൻ്റെ പല കണ്ടൻസുകളും പൊട്ടി മലിനപ്പെടുത്തിയിട്ടുണ്ട്. കുറെ കണ്ടെയ്നർ പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ തേങ്ങ എല്ലാം വെളിയിലോട്ട് വന്നത്. ചില മീൻപിടുത്തക്കാർ പോയി വലയിൽ മുഴുവൻ തേങ്ങ ഒരു തേങ്ങ വിറ്റ് ജീവിച്ചതൊക്കെ നമ്മൾ വാർത്ത കണ്ടു. പക്ഷെ തിരുവനന്തപുരം ഏരിയയിലെ ധാരാളം കണ്ടെയ്നർ അങ്ങ് തമിഴ്നാട് വരെ കണ്ടെയ്നറുകൾ വന്നടിഞ്ഞിട്ടുണ്ട്. ചിലതിനകത്ത് അത്
കെമിക്കൽ പദാർത്ഥമായതുകൊണ്ട് അടുക്കാതെയും വന്നിട്ടുണ്ട്. എങ്കിലും നമ്മുടെ വിഴിഞ്ഞം, നീണ്ടകര ആ ഭാഗങ്ങളിലും കടൽ തീരങ്ങളെല്ലാം മലിനമാക്കി പല കെമിക്കൽസും കരയിൽ വന്ന് അടിഞ്ഞിട്ടുണ്ട്. ഇതിനെതിരായിട്ട് ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണം എന്ന് പലരും അഭിപ്രായപ്പെട്ടെങ്കിലും ഇത് ഡൽഹിയിലെ ഷിപ്പിംഗ് ഡയറക്ടറും ഇന്ത്യൻ ഷിപ്പിംഗ് ഡയറക്ടറും കേരള മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു ചർച്ച 3-4 ദിവസത്തിനകം ഉണ്ടായി. പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടായിട്ടുണ്ട്. ഇതിനൊരു കേസ് എടുത്തെന്ന് കഴിഞ്ഞാൽ അത് ലിറ്റിഗേഷനിലേക്ക് പോകും. ഇതൊരു ഒത്തുതീർപ്പിൽ പോകുന്നതാണ് നല്ലതെന്ന് ഇന്ത്യയുടെ ഷിപ്പിംഗ് ഡയറക്ടറും മുഖ്യമന്ത്രിയും ചേർന്നുള്ള ചർച്ചയിൽ വെളിവായിട്ടുണ്ട്. അത് തന്നെയാണ് നല്ലത്, ഉത്തമമെന്നാണ് നമ്മളെപ്പോലുള്ളവരും കണക്കാക്കുന്നത്. കാരണം MSC ചിത്ര എന്ന കപ്പല് അതിൽ എണ്ണ ചോർന്ന് 2010 ബോംബെ ഭാഗത്ത് അത് മറ്റൊരു കപ്പലുമായിട്ട് കൂട്ടിയിടിച്ചപ്പോഴാണ് ആ എണ്ണ ചോർന്നത്. മഹാരാഷ്ട്ര മലിനീകരണ ബോർഡ് 1986 ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. അവര് കപ്പലില് എണ്ണ ചോർന്ന് മലിനമാക്കിയ കടൽ തീരങ്ങളും അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആണ് ആ കേസ് എടുത്തത്. പക്ഷേ 86 കേസ് ഇന്നും കോടതികളിൽ നടക്കുകയാണ്. ഒരു പ്രയോജനം ഉണ്ടായില്ല. അതുകൊണ്ടാണ് മെയ് 25, 2025 ഇപ്പം പുറംകടലിൽ മുങ്ങിയ കപ്പലിന് അത് കേസിലേക്ക് പോകണ്ട, അതിൻ്റെ ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. നല്ലൊരു ചിന്തയാണ്, നല്ലൊരു തീരുമാനമായിട്ടൊക്കെ. കാരണം നമുക്ക് പണ്ട് ഈ ശംഖുമുഖം ഭാഗത്ത് അവിടുത്തെ വെളിയിലെ ഒരു ബോട്ടിൽ അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോയ ആ ഫിഷർമെനെ പുറംകടലിൽ വെച്ചൊരു കപ്പല്, ഇറ്റാലിയൻ കപ്പലിലെ ആൾ വെടിവെച്ച് ഒരാളെ കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ലിറ്റിഗേഷൻ ധാരാളം നടന്നു. അവർ പല പ്രാവശ്യം വന്നിട്ട് അത് സെറ്റിൽ ചെയ്യാൻ പണം കൊടുത്ത് സെറ്റിൽ അവർ റെഡിയായതാണ്. പക്ഷേ ഇവിടെയുള്ള ഒരു അപക്വമായ ചില തീരുമാനം എടുത്തുകൊണ്ട് അത് വർഷക്കണക്കിന് നീണ്ടു. അതിനുശേഷം ആണ് അവർ എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് അതൊരു സെറ്റിൽമെന്റിലേക്ക് വന്നത്. അതുപോലെ മെയ് 25 നമ്മുടെ കടലിൽ മുങ്ങിയ ആ കപ്പലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം, ഒരു സെറ്റിൽമെന്റും അതുപോലെ ഒരു ഇൻഷുറൻസും ക്ലെയിമുമാണ് നല്ലത്. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് കമ്പനി ഉൾപ്പെടെ ഉള്ളവർക്കും താല്പര്യമുണ്ട് ഒരു ഇൻഷുറൻസ് ലിറ്റിഗേഷന് പോകാതെ ഒരു ഇൻഷുറൻസ് ചർച്ച ചെയ്ത് തീരുമാനിച്ച് എത്ര എമൗണ്ട് ആണ് കൊടുക്കേണ്ടത് എന്നൊരു തീരുമാനത്തിലെത്തി ഒരു സെറ്റിൽമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും പരിസ്ഥിതി ആഘാതത്തിന് ഒരു എന്തൊക്കെ സംഭവിച്ചു എന്ന് അതിനൊരു റെക്ടിഫിക്കേഷൻ, അത് ആഘാതത്തിന് ഒരു മറുമരുന്ന് നമുക്ക് ഉണ്ടാക്കാനുള്ള സാമ്പത്തിക സഹായം ലഭിക്കും എന്നുള്ളതാണ് ഈ ചർച്ച കൊണ്ടുണ്ടാകുന്നത്. അത് നല്ല കാര്യമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ പോകുന്നതാണ്. കാരണം സമാനമായ രീതിയിൽ കടലിലെ കപ്പൽ മുങ്ങുകയും കടലിലെ പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തതിനൊക്കെ ലിറ്റിഗേഷൻ നടത്തിയ കേസുകൾ ഇന്ത്യയിലും എസ്പെഷ്യലി ബോംബെയിൽ 2010 കേസിനും ഇന്ന് വരെ ഏകദേശം 15 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ അതൊരു ഇൻഷുറൻസ് ക്ലെയിം വാങ്ങിച്ച് ഒരു സെറ്റിൽമെന്റിലേക്ക് പോകുന്നതാണ് ഉത്തമമെന്നാണ് ഞാൻ കരുതുന്നത്.